നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ്, തൊടുപുഴ. ആവോലി ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആവോലി പഞ്ചായത്തിലെ ആവോലി ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ആവോലി ടൗൺ ഹരിത ടൗണായി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ 4 സ്കൂളുകളും അതോടൊപ്പം ആനിക്കാട് ടൗണും നമ്മൾ ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ചു. ഈ വരുന്ന മാർച്ച് 31 നവകേരളം പ്രഖ്യാപിക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും ആവോലി ഗ്രാമപഞ്ചായത്ത് മുഴുവൻ മാലിന്യമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തി വരുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണത്തോടെ ഹരിതകർമ്മസേനയും അതുപോലെ തന്നെ പഞ്ചായത്തിലെ മറ്റ് സ്ഥാപനങ്ങളും എല്ലാം ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായി വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് പഞ്ചായത്തിലെ മറ്റൊരു ടൗണിനെയും 4 സ്കൂളുകളെയും 2 ക്യാമ്പസുകളെയും ഹരിത ടൗണായും ഹരിത സ്കൂളുകളായും ഹരിത ക്യാമ്പസുകളായും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി കോളേജ് NSS യൂണിറ്റുകളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും കുടുംബശ്രീ അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ഷഫാൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ജോർജ്, മുൻ വൈസ് പ്രസിഡന്റ് ജോർജ് തെക്കുംപുറം, അഷറഫ് മൊയ്തീൻ, ശ്രീനി വേണു, പ്രീമ സിമിക്സ്, ഷാജു വടക്കൻ, രാജേഷ് പൊന്നുപുരയിടം, സൗമ്യ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.